സാർ, അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും ഒക്കെ തെരുവുകൾ ഇപ്പോൾ കലാപ അന്തരീക്ഷത്തിലാണ്. അവിടെ ഈ ട്രംപ് ഭരണകൂടത്തിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിയമം, അതിനെതിരെയാണ് ഈ പ്രതിഷേധമൊക്കെ. ഈ ആധുനിക അമേരിക്കയെ രൂപപ്പെടുത്തിയതിൽ അവിടെ കുടിയേറി വന്നവരാണ് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ മലയാളികളടക്കമുള്ളവർ നിരവധിയായി അവിടെ ഉണ്ട്. അപ്പോൾ എന്തർത്ഥത്തിലാണ് ഈ കുടിയേറി വന്നവരെ മുഴുവൻ ഒഴിവാക്കണം എന്ന തരത്തിലൊരു നിലപാടിലേക്ക് ട്രംപ് എത്തിയത്? അത് ഒരു ആലോചനയില്ലാതെ ഒരു നടപടികൾ നടപ്പിലാക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ ഇതും ട്രംപിനൊരു തിരിച്ചടിയായി മാറുമോ? പൊതുവേ ട്രംപിൻ്റെ പല പ്രവർത്തനങ്ങളും നമ്മളുടെ തുഗ്ലക്കിൻ്റെ നടപടിക്രമങ്ങൾ പോലെയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഒരുപക്ഷേ കുടിയേറ്റ വിരുദ്ധ നിയമം എന്ന് പറയുന്നതും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പം നമ്മളുടെ മുന്നിലുള്ളത്. നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് കുടിയേറ്റക്കാർ നിർമ്മിച്ച ഒരു രാജ്യമാണ്. വളരെ കൊളംബസ് ഇത് കണ്ടുപിടിക്കുന്ന ആ സമയം മുതൽ നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ചാൽ സ്പാനിയാർഡുകളും മറ്റുമൊക്കെ അവിടെ കടന്നു കയറി അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരെ മുഴുവനും തവിടുപൊടിയാക്കിയിട്ടാണ് അമേരിക്ക എന്ന് പറയുന്ന പുതിയ ഒരു രാഷ്ട്രനിർമ്മിതി നടക്കുന്നത്. അപ്പോൾ തദ്ദേശീയരെ മുഴുവനും അവർ അമേരിക്കയുടെ ഉൾഭാഗങ്ങളിലേക്ക് അടിച്ചു ഓടിക്കുന്നു. എന്നിട്ട് അമേരിക്ക അവർ കീഴ്പ്പെടുത്തുന്നു. ബ്രിട്ടനിൽ നിന്ന് എത്രയോ കപ്പലുകളാണ് അമേരിക്കയിലേക്ക് അക്കാലത്ത് വന്നിരുന്നതെന്നറിയാം. അവർ മുഴുവൻ കുടിയേറ്റക്കാരാണ്. അവരാണ് കുടിയേറി അമേരിക്ക നിർമ്മിച്ചത്. അവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഇന്നറിയപ്പെടുന്ന റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ്. റെഡ് ഇന്ത്യൻസിന് താമസിക്കാനായിട്ട് പ്രത്യേകമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി ആദിവാസികളാണ് അവരെ ഒതുക്കി ബാക്കിയുള്ളത് മുഴുവനും ഈ വെള്ളക്കാരായിട്ടുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ കൈയടക്കി വെക്കുകയും അങ്ങനെയാണ് നമ്മുടെ ഈ അമേരിക്ക നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിൽ പീച്ച് പഴത്തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആപ്പിൾ തോട്ടങ്ങൾ അവിടെയൊക്കെ മുന്തിരിത്തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അടിമകളെ അവർ കരീബിയൻ തീരത്തുനിന്ന് പിടികൂടി കൊണ്ടുപോവുകയുണ്ടായി. അവരാണ് പിന്നീട് അവിടുത്തെ കാപ്പിരി വംശജരായിട്ട് വളർന്ന് വികസിച്ചത്. അവരുടെ വളർച്ചയും വികാസവുമാണ് ഒരു കാലത്ത് അമേരിക്കയുടെ അഭ്യന്തര കലാപത്തിന് കാരണമായി തീർന്നു. അടിമത്തം അവസാനിപ്പിക്കാനായിട്ട് എബ്രഹാം ലിങ്കൻ മുൻകൈ എടുക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. നമ്മളത് വിശദമായിട്ട് അങ്ങ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ രൂപപ്പെട്ടു വന്ന അമേരിക്ക ഒരിക്കലും കുടിയേറ്റ വിരുദ്ധ നിയമം എന്ന് പറയുന്നത് കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ ട്രംപ് അധികാരത്തിൽ കയറിയ സമയത്ത് ട്രംപ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളെടുക്കും, അവരെ പുറത്താക്കും എന്നായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നം മാത്രമല്ല ഇപ്പോൾ, അതന്നങ്ങനെയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ പറഞ്ഞയച്ചു. ഇന്ത്യക്കാർ ഒരുപാട് പേര് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി. കാരണം അതിന് നിയമസാധുതയില്ലാത്ത തരത്തിലുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളായിരുന്നു അവർ. നാട് കടത്തി ചങ്ങലയിൽ ബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് വളരെ വിവാദപരമായിരുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ പല ആളുകളും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം. അനധികൃതമായിട്ടുള്ള കുടിയേറിയ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളിങ്ങനെ പുറത്താക്കണം, ചങ്ങലക്കിടണം, ജയിലിലടക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് വളരെ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. നമുക്കും ഒരിക്കലും ഈ അനധികൃത കുടിയേറ്റക്കാരെ ന്യായീകരിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്തും അങ്ങനെ കുടിയേറുന്ന ആളുകളുണ്ടെങ്കിൽ അവർ രാജ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളായി മാറാം. അതുകൊണ്ട് അത് ആരും ന്യായീകരിക്കാൻ സാധ്യതയില്ല. പക്ഷേ കുടിയേറ്റ നിയമം തന്നെ പൊളിച്ചെഴുതാൻ ആഗ്രഹിക്കുകയും കുടിയേറ്റക്കാർ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അമേരിക്ക പോലുള്ള ഒരു രാജ്യം വരുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും കുടിയേറ്റക്കാരാണ്. അമേരിക്കയുടെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളൊക്കെ വളർന്നു വന്നത് ഈ കുടിയേറ്റക്കാരിലൂടെ തന്നെയാണ്. പ്രോക്ടർ ആൻഡ് ഗാംബിൾസ് എന്ന് പറയുന്ന വലിയ ഒരു ശരിക്കും കൺസ്യൂമർ ഐറ്റംസ് വിൽപ്പന നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലൊന്നാണ്. ഡൂപോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനി. അവരും ഇതേപോലെ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറി വന്നവരാണ്. ഈ പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രോക്ടറും ഗാംബിളും, വില്യം പ്രോക്ടറും ജെയിംസ് ഗാംബിൾ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളാണ്. അവർ മെഴുകുതിരി കച്ചവടം ആരംഭിച്ചുകൊണ്ടാണ് ഈ സംഭവം വളർത്തി വലുതായി ലോകം മുഴുവൻ അവരുടെ കാൽക്കീഴില്ല. അതുപോലെ ഡ്യൂപ്പോണ്ട് എന്ന് പറഞ്ഞാൽ കരിമരുന്ന് നിർമ്മാണ ഫാക്ടറിയായിട്ട് തുടങ്ങിയ ഇത് ലോകത്തെ ഏറ്റവും വലിയ കെമിക്കൽ മൾട്ടിനാഷണൽ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്പോണ്ട് ലിമിറ്റഡാണ്.
അപ്പം അവരൊക്കെ ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയ ആളുകളാണ്. ശ്യാം, അതുപോലെ വിവിധ മേഖലകളിൽ നിന്ന് കുടിയേറി വന്ന ആളുകളെ കൂടി നിർമ്മിച്ച ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഈ അമേരിക്കയുടെ ഭൂതകാലം ഇങ്ങനെയാണ്, ആ. പലരുടേതായ സംഭാവനകൾ ഉണ്ട്, അതാണ് രൂപപ്പെടുത്തി. വളർന്നു പക്ഷെ അതിൻ്റെ വർത്തമാനകാലം ഇങ്ങനെയല്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഈ അനധികൃതമായി അവിടെ അല്ലെങ്കിൽ കുടിയേറി വരുന്നവർ അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ കലാപങ്ങൾ നടത്തുന്നു. ഇപ്പോൾ മെക്സിക്കോയ്ക്കെതിരെ അദ്ദേഹം പറഞ്ഞത് അനധികൃതമായി കുടിയേറി വന്നവരുടെ മയക്കുമരുന്ന് കടത്തുന്നു, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ അമേരിക്കയിലുണ്ടായ പ്രതിസന്ധി ഈ ഫലസ്തീൻ അനുകൂലികൾ, ആ വംശീയമായിട്ട് ആ ഫലസ്തീൻ വംശജരായിട്ടുള്ളവർ പോലും ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രക്ഷോഭം നടത്തുന്നു, അവിടെ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു, 2 പേരെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കൂടി മുൻനിർത്തി ഒരു സുരക്ഷ പരിഗണിച്ച് ഇത്തരത്തിലൊരു നടപടി എടുക്കുമ്പോൾ ട്രംപിനെ അത്രയ്ക്ക് അങ്ങ് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ല, ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ പ്രധാനപ്പെട്ടതാണ്. കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നുള്ളത്, ശരിയാണ്. പക്ഷേ കുടിയേറ്റക്കാരുടെ കൂട്ടത്തിൽ ഭീകരവാദികളായിട്ടുള്ള ആളുകൾ നുഴഞ്ഞു കയറിയാൽ അവരെ തുരത്തണം. അത് ട്രംപ് ചെയ്യുന്ന കാര്യം ശരിയാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഫലസ്തീൻ വിഷയം ഉണ്ടായ സമയത്ത് ക്യാമ്പസുകളിൽ കലാപങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുണ്ടാക്കി ഒക്കെ വന്ന കുറേ വിദ്യാർത്ഥികളുണ്ട്. ക്യാമ്പസുകൾ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. അതൊരു പ്രത്യേകതയല്ല. കാരണം കലാപങ്ങളുണ്ടാകുന്ന ക്യാമ്പസുകളിലാണ്. ക്യാമ്പസുകളാണ് ഒരു ഘട്ടത്തിൽ ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പസുകളിൽ എങ്ങനെ കലാപമുണ്ടാവും എന്നുള്ളതുകൊണ്ട് അത് മുഴുവൻ ഒരു സമൂഹത്തിൻ്റെ കലാപമായിട്ട് വീക്ഷിക്കേണ്ടതില്ല. ക്യാമ്പസുകളിൽ കലാപം നടത്തുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ തെരഞ്ഞുപിടിച്ച് അവരെ ശിക്ഷിക്കട്ടെ. അതിന് പകരം ട്രംപ് ചെയ്തതെന്താണ്? ട്രംപ് അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും നിരോധിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് അദ്ദേഹം കർട്ടൈൽ ചെയ്തു. കുറേ രാജ്യങ്ങളുടെ വിദ്യാർത്ഥികൾ അവിടെ പ്രവേശനമില്ല, ഇപ്പം സമ്മതിക്കുന്നില്ല. ഈ രാജ്യത്താണെന്ന് പറഞ്ഞ് വരണ്ട എന്നുള്ളതാണ്. അപ്പം ട്രംപിൻ്റെ മനസ്സിൽ പക്ഷേ ഉള്ളത് രാജ്യമല്ല, പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹം ഒരു ക്രൈസ്തവവാദി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എല്ലാ സ്ഥലത്തും ശല്യം ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ എന്നുള്ള ഒരു മനസ്സിലെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാധനം പതിച്ചു വെച്ചത്. അത് വെച്ചിട്ട് എല്ലാ കുട്ടികളും അയാൾ മുദ്രയടിക്കുകയാണ്, ഇതൊക്കെ ഇസ്ലാമിസ്റ്റുകളാണ്. അത് ശരിയല്ല. കുറ്റക്കാരായിട്ടുള്ള കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വർഗീയ സ്വഭാവത്തോട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുക. അതിന് പകരമായിട്ട് വിദ്യാർത്ഥികളെ മുഴുവനുമായിട്ട് ശിക്ഷിക്കുന്ന ഒന്നാണ് വിദ്യാർത്ഥി വിസ നിഷേധിക്കലെന്ന് പറഞ്ഞു. അതൊരു വശം. രണ്ടാമത്തെ എന്താണ്? അമേരിക്കയുടെ സർവകലാശാലകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ട് ട്രംപായിട്ട് വെട്ടിക്കുറച്ചു. പ്രത്യേകിച്ച് ഹാർവാർഡ് സർവകലാശാല എന്ന് പറയും. ലോകത്തെ ഏറ്റവും പ്രശസ്തവും പ്രഗത്ഭവുമായിട്ടുള്ള ഒരു സർവകലാശാലയായിട്ടാണ് അതിന് വിലയിരുത്തുന്നത്. അവിടെ അവർക്ക് നൽകിയിരുന്നതായിട്ടുള്ള ഫണ്ടൊക്കെ അദ്ദേഹം വെട്ടിക്കുറച്ചു. സർവകലാശാല പ്രതിസന്ധിയിലാണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റ് വിസ വെട്ടിക്കുറക്കുമ്പോഴും സർവകലാശാലകൾ പ്രതിസന്ധികളാണ്. അപ്പോൾ ഒരു പ്രതിസന്ധിയുടെ മുകളിൽ മറ്റൊരു പ്രതിസന്ധി നിർമ്മിച്ച് പ്രതിസന്ധി നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് നമുക്ക് കരുതേണ്ട തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കാർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപങ്ങളൊന്നും അത്ര ആഹ്ലാദം നൽകുന്നവയല്ല. കാരണം ഇന്ന് ചിലപ്പോൾ ആഫ്രിക്കക്കാർക്കെതിരായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പലസ്തീനിൽ നിന്ന് വന്ന് കയറിയിരിക്കുന്നവർക്കെതിരായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളിൽ വന്നവർക്കെതിരെ. നാളെ ഇത് ഇന്ത്യക്കാർക്കെതിരെ തിരിയും. അപ്പോൾ അവിടെ കുടിയേറി പാർത്ത് അവരുടെ ജീവിതം മുഴുവൻ അവിടെ സമർപ്പിക്കും. നമ്മളവിടെ വെറുതെ കുടിയേറി പാർക്കുകയല്ല ചെയ്യുന്നത്. നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ മുഴുവൻ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്ത് നമ്മളതിനെ വിളിച്ചിരുന്നതിന് ബ്രെയിൻ ഡ്രോപ്പ് എന്നാണ് വിശേഷിച്ചത്. മസ്തിഷ്ക ചോർച്ചയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മുഴുവനും അമേരിക്കയിലെ കമ്പനികളിൽ, ലബോറട്ടറികളിൽ, ശാസ്ത്ര പഠന കേന്ദ്രങ്ങളിൽ ഒക്കെ അവരുടെ കഴിവുകൾ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കഴിവുകൾക്ക് പകരമായിട്ടാണ് അവരുടെ ജീവിതം അവിടെ ആവശ്യപ്പെടുകയും അത് സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും. അവിടെയാണ് വിള്ളൽ വരാൻ പോകുന്നത്. ഇത് വലിയ പ്രതിസന്ധികളിലേക്ക് വേണമെങ്കിൽ കാര്യങ്ങളെ കൊണ്ടുപോയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.